Anywhere you go, anywhere you go, give it all. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2011 ഇറങ്ങിയ ദ ഹ്യൂമൻ സെന്റിപ്പീഡ് 2. ഈ ചിത്രത്തിൻ്റെ ഒന്നാമത്തെ സിനിമ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ട ചിലർ പറഞ്ഞത് ഇത്രയും കൊടൂര സിനിമ ഒരു വിധത്തിലാണ് കണ്ടു തീർത്തത് എന്ന്. എന്നാൽ അതിൻ്റെ രണ്ടാം ഭാഗമായി ഇറങ്ങിയ ഈ ചിത്രം നിങ്ങൾക്ക് മുഴുവനായും കണ്ടു തീർക്കാൻ പറ്റില്ല. പകുതി വരെ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. അതിനപ്പുറം കണ്ടാൽ കുറച്ച് ദിവസം നിങ്ങൾക്ക് ഉറക്കം ഉണ്ടാവില്ല, ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടും. അത്രയ്ക്കും വൃത്തികെട്ട കൊടൂരോൽസ്കി ചിത്രമാണിത്. മനക്കട്ടി ഉള്ളവർ മാത്രം കാണുക. അതേപോലെ ഈ ചിത്രത്തിൻ്റെ പവിത്രതയും തനിമയും നിലനിർത്താൻ വേണ്ടി നിങ്ങൾക്ക് ദഹിക്കാൻ പറ്റാത്ത വേർഡ്സ്, വാക്കുകൾ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നുണ്ട്. അതൊക്കെ കേട്ട് നിങ്ങൾ അസ്വസ്ഥരാവരുത്, ശാന്തരാകുവിൻ എന്ന് മാത്രമേ പറഞ്ഞുകൊണ്ട് അതിന് മാത്രം ഇതിൽ എന്താ ഉള്ളതെന്ന് തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോടുകൂടി പാക്കലാമാ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറി മുറിച്ചാൽ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു സൈക്കോ ഇരുന്ന് മൂവി കാണുന്നത് കാണാം. അതും ഒരു സൈക്കോ മൂവി. ആ മൂവി ഏതാണെന്ന് വെച്ചാൽ ദ ഹ്യൂമൻ സെന്റിപ്പീഡ്. ഒന്നാമത്തേത് ഒരു സിനിമ ആയിട്ടാണ് രണ്ടാമത്തെ പാർട്ടിൽ കാണിക്കുന്നത്. ഇപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സൈക്കോയുടെ പേര് മാർട്ടിൻ. മാനസിക രോഗിയായ മാർട്ടിൻ ഒരു കാർ പാർക്കിങ്ങിലാണ് ജോലി ചെയ്യുന്നത്. സിനിമ കണ്ട് CCTVയിലൂടെ പാർക്കിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കുമ്പോൾ അവിടെ ഒരു കപ്പിൾ വഴക്കുണ്ടാക്കുന്നതാണ് കാണുന്നത്. പെട്ടെന്ന് അവൻ തൻ്റെ റൂമിൽ നിന്നും ഒരു കമ്പിയും ഒരു തോക്കും എടുത്ത് നേരെ ആ കപ്പിളിൻ്റെ അടുത്തേക്ക് പോയി ആ പെൺകുട്ടിയെ തന്നെ നോക്കി നിൽക്കുമ്പോൾ പയ്യൻ ആണെങ്കിൽ എന്തിനാ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ നോക്കി വെള്ളം ഇറക്കുന്നത് എന്ന് പറഞ്ഞ് മാർട്ടിനെ പച്ചക്ക് തെറി പറഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് മാർട്ടിൻ ഓൻ്റെ കാലിലേക്ക് ഒരൊറ്റ പൊട്ടിക്കൽ. ശേഷം അവളുടെയും, എന്നിട്ട് കയ്യിലുള്ള കമ്പി ഉപയോഗിച്ച് അവരുടെ തലക്കടിച്ച് അവരെ ബോധം കെടുത്തുകയും ചെയ്തു. ശേഷം മാർട്ടിൻ അവൻ്റെ വാഹനം കൊണ്ടുവന്ന് രണ്ടുപേരുടെയും കയ്യിൽ ടാപ്പ് ചുറ്റിക്കെട്ടി അവരെ വാഹനത്തിൽ കിടത്തുന്നു. എന്നിട്ട് തിരിച്ചു പോയി പിന്നെയും സിനിമ റീവൈൻഡ് ചെയ്ത് കാണാൻ തുടങ്ങി. ആ ഒരു സിനിമ മാത്രമാണ് അവൻ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഹ്യൂമൻ സെന്റിപ്പീഡിനെ ഉണ്ടാക്കണം എന്നത് മാത്രമാണ് അവൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം. അങ്ങനെ ഇപ്പോൾ പാർക്കിംഗ് സ്ലോട്ടിൽ വേറൊരാളെ കാണുകയും അയാളെയും തലക്കടിച്ച് ബോധം കെടുത്തി വാഹനത്തിലിട്ട് നേരെ വാടകയ്ക്ക് കൊടുക്കാൻ വച്ചിരിക്കുന്ന ഒരു ഗോഡൗണിലേക്ക് പോകുന്നു. കൂടെ ആ ഗോഡൗണിൻ്റെ ഓണറും ഉണ്ട്. ആ ഗോഡൗൺ അവന് ഇഷ്ടപ്പെടുന്നു. ഇവിടെ വെച്ച് തൻ്റെ ഹ്യൂമൻ സെന്റിപ്പീഡിനെ ഉണ്ടാക്കാം എന്ന് മനസ്സിൽ ഉറപ്പിക്കുന്നു. അന്നേരം ഓണർ ആണെങ്കിൽ ഇങ്ങനെ പൊട്ടനെ പോലെ ഇളിച്ചു നിൽക്കാതെ വാടകയ്ക്ക് ഈ റൂം വേണമെങ്കിൽ പെട്ടെന്ന് ലീസ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ വാ എന്ന് ദേഷ്യത്തിൽ പറയുന്നു. അത് ഇഷ്ടപ്പെടാതെ മാർട്ടിൻ ഓണറിനെ ഷൂട്ട് ചെയ്ത് കൊന്ന് കാലാപുരിക്ക് അയക്കുകയും ചെയ്തു. എന്നാൽ ഡെഡ് ബോഡിയുടെ അടുത്തിരുന്ന് മാർട്ടിൻ കരയുകയാണ്. എന്നാൽ ദ ഹ്യൂമൻ സെന്റിപ്പീഡ് എന്ന സൈക്കോ മൂവി കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് അതേപോലെ ഒരു ഹ്യൂമൻ സെന്റിപ്പീഡ് ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഓരോരുത്തരെയും മാർട്ടിൻ പിടികൂടുന്നത്. ഇപ്പോൾ ഓണർ മരിച്ചതിനാൽ സെന്റിപ്പീഡ് ഉണ്ടാക്കാനുള്ള ഒരാളെ നഷ്ടമായി എന്നോർത്താണ് കരയുന്നത്. അങ്ങനെ അതിനുശേഷം പുറത്തു പോയി വാഹനത്തിലുള്ള 3 പേരെയും ഗോഡൗണിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ഇടുന്നു. എന്നിട്ട് ഒരുത്തൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ ഡ്രസ്സ് മുറിച്ചു മാറ്റുമ്പോൾ അവൻ ദേഷ്യത്തിൽ അലറുകയാണ്. അതൊന്നും ചെവി കൊടുക്കാതെ സൈക്കോ മാർട്ടിൻ അവളുടെ വസ്ത്രം മൊത്തം കീറി മുറിച്ചെടുത്ത് നഗ്നയാക്കി അവിടെ കിടത്തുന്നു. അന്നേരം ഒരു ഫോൺ കോൾ. ഹ്യൂമൻ സെന്റിപ്പീഡ് മൂവിയിലെ ഫസ്റ്റ് പാർട്ടിൽ ലാസ്റ്റ് വരെ ജീവനോടെ ഉണ്ടായ ലിൻസി എന്ന ക്യാരക്ടറിനെ അഭിനയിച്ച നായികയെ മാർട്ടിന് വലിയ ഇഷ്ടമാണ്. ആ നായികയുടെ പേര് ആഷ്ലിൻ എന്നാണ്. ആഷ്ലിനെ മീറ്റ് ചെയ്യാൻ മാർട്ടിൻ എന്നും അവളുടെ ഓഫീസിൽ കോൾ ചെയ്യാറുണ്ട്. എന്നാൽ ആഷ്ലിൻ മറ്റൊരു മൂവിയിൽ അഭിനയിക്കുന്ന തിരക്കിലാണ്, അതുകൊണ്ട് മീറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു. അത് കേട്ട് കലിപ്പിൽ കമ്പിപ്പാറ എടുത്തുപോയി അവിടെ ഒച്ച വെക്കുന്ന ഒരുത്തൻ്റെ തലമണ്ടക്ക് ഒരൊറ്റ അടി. ഓൻ്റെ ബോധം തന്നെ പോയി. അങ്ങനെ അതിനുശേഷം ഇപ്പോൾ മാർട്ടിൻ അവൻ്റെ വീട്ടിൽ കിടന്നുറങ്ങുന്നത് കാണാം. അവിടേക്ക് അവൻ്റെ അമ്മ വന്ന് അവനെ വഴക്ക് പറഞ്ഞ് നിന്നെ കാണാൻ ഡോക്ടർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്നു. മാർട്ടിൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഇരുന്ന് ശേഷം അവൻ്റെ ലക്ഷ്യം പ്ലാൻ ചെയ്തിട്ടുള്ള ബുക്ക് എടുത്ത് നോക്കി. അതിൽ ആഷ്ലിനെ കാണുമ്പോൾ അവൻ്റെ ഉള്ളിലെ രോമാഞ്ച കുഞ്ചകം കാണാം. ശേഷം പെട്ടെന്ന് ഡ്രസ്സൊക്കെ ഇട്ട് അവൻ വളർത്തുന്ന ഒരു സെന്റിപ്പീഡിന് ഒരു ജീവിയെ തിന്നാൻ കൊടുത്തിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഇരിക്കുന്നു. മാർട്ടിൻ്റെ അമ്മ ഡോക്ടറിനോട് പറയുന്നു മാർട്ടിൻ 12 പേരെ വെച്ച്
ഒരു ഹ്യൂമൻ സെൻറ്റിപ്പേഡ് ഉണ്ടാക്കുന്ന കാര്യം പറയുന്നതായി ഞാൻ കേട്ടു. അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു, മാർട്ടിൻ സെൻറ്റിപ്പേഡിനെ ഇഷ്ടപ്പെടുന്നത് സെൻറ്റിപ്പേഡ് വളരെ അഗ്രസീവ് ആയ ജീവിയാണ്. അതിൻ്റെ കുത്തേറ്റാൽ വളരെ പെയിൻഫുള്ളാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചെറുപ്പത്തിൽ മാർട്ടിൻ അവൻ്റെ അച്ഛനാൽ സെക്ഷുവലി അബ്യൂസ്ഡ് ആയ വ്യക്തിയാണ്. അവൻ്റെ വേദനയാണ് സെൻറ്റിപ്പേഡിനോടുള്ള ഇഷ്ടമായി പുറത്ത് പ്രകടിപ്പിക്കുന്നത്. ഇതൊന്നും വലിയ കാര്യമായി എടുക്കണ്ട, മാർട്ടിൻ്റെ മാനസികാവസ്ഥ മാറും എന്നൊക്കെ പറഞ്ഞു മാർട്ടിന് ആസ്മയ്ക്കുള്ള മെഡിസിൻ മാത്രം കൊടുത്തിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. മാർട്ടിന് ആണെങ്കിൽ ആ ഡോക്ടറിന് തീരെ ഇഷ്ടമല്ല. കാരണം ഡോക്ടർക്ക് ഒരൽപ്പം കുണ്ടത്തരം ഉണ്ട്. ഡോക്ടർ പോയതിനു ശേഷം മാർട്ടിനും അവൻ്റെ അമ്മയും കഴിക്കാനിരിക്കുന്നു. തൊട്ടുമുകളിലെ നിലയിൽ താമസിക്കുന്ന ഒരുത്തൻ എന്നും ശബ്ദത്തിൽ മ്യൂസിക് DJ വെച്ച് ഇവരെ ശല്യം ചെയ്യാറുണ്ട്. അമ്മക്ക് കലിപ്പ് കയറി ഒരു മോപ്പെടുത്ത് മുകളിൽ തട്ടി അവനോട് മ്യൂസിക് നിർത്താൻ ദേഷ്യത്തിൽ പറയാറുണ്ട്. അത് ഇഷ്ടപ്പെടാതെ മുകളിൽ താമസിക്കുന്ന DJ ബോയ് താഴേക്ക് ഇറങ്ങി വന്ന് ടേബിൾ വലിച്ചെറിഞ്ഞ് മാർട്ടിനെ പച്ചത്തെറി പറഞ്ഞ് ഓനെ തൂക്കി നിർത്തി വലിച്ചെറിഞ്ഞ് അടിവയറ്റിലേക്ക് ചറപറാന്ന് ചവിട്ടുകയാണ്. അതിനുശേഷം മാർട്ടിൻ മൂത്രം ഒഴിക്കുമ്പോൾ അടിവയറ്റിൽ ചവിട്ട് കിട്ടിയതിനാൽ മൂത്രത്തിലൂടെ രക്തം ആണ് വരുന്നത്. എന്നാൽ അവന് അതൊന്നും ഒരു വേദനയായി തോന്നുന്നില്ല. അടുത്ത സീനിൽ ഹ്യൂമൻ സെൻറ്റിപ്പേഡ് മൂവിയിലെ സൈക്കോ ജോസഫ് തൻ്റെ ഓപ്പറേഷനെ വിശദീകരിക്കുന്ന ആ ഒരു ഭാഗം മാർട്ടിൻ പ്ലേ ചെയ്ത് അതെല്ലാം വരച്ച് നോട്ട് ചെയ്തു വെക്കുന്നു. അതേപോലെ പാർക്കിങ്ങിൽ ഒരാൾ, അയാളുടെ ഗർഭിണിയായ ഭാര്യ, പിന്നെ മകൻ, ഇവർ 3 പേരും കാർ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ അവിടേക്ക് മാർട്ടിൻ പോയി ആ ഫാമിലി മാനെ ഷൂട്ട് ചെയ്യുന്നു. എന്നിട്ട് അവൻ്റെ തലക്ക് കമ്പി കൊണ്ട് അടിച്ച് ബോധം കെടുത്തിയ ശേഷം ആ ഗർഭിണിയെയും തലക്കടിച്ച് ബോധം കെടുത്തി ആ കൊച്ചുകുട്ടിയെ താലോലിച്ച് കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്തി ശേഷം കുഞ്ഞിനെ തിരിച്ച് അവരുടെ കാറിൽ തന്നെ കൊണ്ടുപോയി ഇരുത്തുന്നു. അതിനുശേഷം തിരിച്ചു പോയി വീണ്ടും ആ സിനിമ കണ്ടുകൊണ്ട് അതിലെ നഗ്നതയാൽ മൂട് കയറിയ സൈക്കോ മാർട്ടിൻ ഒരു സാൻഡ് പേപ്പർ എടുത്ത് ഓൻ്റെ കിടുങ്ങാമണിയിൽ ചുറ്റി എന്തോ ഒരു കുൽസിത പണി ചെയ്യുകയാണ്. ആ കഴപ്പിന് ശേഷം പാർക്കിങ്ങിൽ മദ്യപിച്ച് ബെല്ലും ബ്രേക്കും ഇല്ലാതെ വരുന്ന 2 മഹതിയായ യുവതികളെ കാണാം. അവരെയും അടിച്ച് ബോധം കെടുത്തി നേരെ ഗോഡൌണിൽ കൊണ്ടുപോയി ഇടുകയും ചെയ്തു. എന്നിട്ട് എല്ലാവരുടെയും വസ്ത്രം കീറി മാറ്റി വരി വരിയായി കിടത്തുകയാണ്. അതിൽ ഒരു ലേഡി പ്രഗ്നൻ്റ് ആണല്ലോ, അവളെ പോലും വെറുതെ വിട്ടില്ല. ശേഷം അവൻ അവിടെ നിന്ന് പോകുമ്പോൾ ഒരുത്തൻ പറയുന്നു, എടാ ബഗഡ, അതൊരു സിനിമയാണ്, ഹ്യൂമൻ സെൻറ്റിപ്പേഡ് ഒരു വൃത്തികെട്ട മൂവിയാണ്, അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞെങ്കിലും സൈക്കോ മാർട്ടിൻ മറുപടി പറയാതെ അവിടെ നിന്ന് പോകുന്നു. അന്നേരം എല്ലാവരോടായി അവൻ ആ സൈക്കോ നമ്മുടെ ഓരോരുത്തരുടെയും വായും ചന്തിയും കൂട്ടി തുന്നിക്കെട്ടി ഒരു ഹ്യൂമൻ സെൻറ്റിപ്പേഡ് ഉണ്ടാക്കാൻ പോവുകയാ. അത് കേട്ട് എല്ലാവരും നിലവിളിച്ച് കരയുകയാണ്. അടുത്ത സീനിൽ മാർട്ടിൻ്റെ വീട് കാണാം. മാർട്ടിൻ എന്തോ തെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അവൻ്റെ അമ്മ അവൻ ഉറങ്ങിക്കിടക്കുന്ന സമയം നോക്കി കത്തിയെടുത്ത് അവനെ കുത്തുകയാണ്. പക്ഷെ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ലൈറ്റ് ഓണാക്കി 6 പാക്ക് ഒളിപ്പിച്ച് വെച്ച വയറുമായി മാർട്ടിൻ അമ്മയെ നോക്കുന്നു. അമ്മയുടെ കാര്യം ഇപ്പോൾ തീരും എന്ന് നോക്കിയാൽ അങ്ങനെയല്ല. ഒന്നും പറയാതെ പോയി അവൻ്റെ കട്ടിലിൽ തന്നെ കിടക്കുന്നു. ഇവനെ കൊല്ലുന്നതിനേക്കാൾ നല്ലത് ഞാൻ തന്നെ മരിക്കുന്നതാണ് എന്ന് കരുതി അമ്മ ഒരു പിച്ചാത്തിയെടുത്ത് കൈമുറിക്കുകയാണ്. അന്നേരം അവൻ്റെ ബെഡിൻ്റെ ഇടയിൽ വെച്ച ആൽബം കാണുകയും അതെടുത്ത് ഓരോ പേജ് മറിച്ച് നോക്കി, എന്താണിത്, വായയും ചന്തിയും തുന്നിച്ചേർത്ത് ഒരൊറ്റ ഡൈജസ്റ്റീവ് സിസ്റ്റം, സിനിമ കണ്ട് അതേപോലെ ചെയ്യാൻ അത്രയ്ക്കും വട്ടനാണോ നീ എന്ന് പറഞ്ഞ് കലിപ്പിൽ ആ ആൽബം മൊത്തം കീറിക്കളയുകയാണ്. അത് കണ്ട് മാർട്ടിന് ആകെ സങ്കടമായി. അതൊക്കെ പെറുക്കിയെടുത്ത് അമ്മ വഴക്ക് പറയുമ്പോൾ ഒരു പാവം അമൂൽ ബേബിയെ പോലെ നിൽക്കുകയാണ്. അമ്മ വഴക്ക് പറഞ്ഞു പോയപ്പോൾ തൻ്റെ സ്വപ്നത്തിന് അമ്മ കൂട്ടു നിൽക്കാത്തോണ്ട് വിങ്ങിപ്പൊട്ടി കരയുകയാണ്. കുഞ്ഞു മനസ്സുള്ള സൈക്കോകൾ അങ്ങനെയാണ്, ആദ്യം കരയും പിന്നെയാണ് സൈക്കോ മോഡ് ഓണാവുന്നത്. അങ്ങനെ കരച്ചിലിന് ശേഷം പിന്നെ ഒന്നും നോക്കിയില്ല. സിനിമയിലെ സൈക്കോ ജോസഫിനെ മനസ്സിൽ ധ്യാനിച്ച് ഡോക്ടറിനെ പോലെ കോട്ട് ധരിച്ച് മാർട്ടിൻ നേരെ അവൻ വളർത്തുന്ന സെൻറ്റിപ്പേഡിൻ്റെ അടുത്തേക്ക് പോയി വിങ്ങിപ്പൊട്ടി കരയുന്നു. അവിടെയും അവൻ്റെ അമ്മ വന്ന്, നീയും നിന്റെ ഒരു പഴുതാരയും എല്ലാത്തിനെയും വലിച്ചെറിയും ഞാൻ എന്ന് പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. അമ്മയെ പിടിച്ച് സെൻറ്റിപ്പേഡിൻ്റെ ചില്ലുകൂട്ടിലേക്ക് അമ്മയുടെ തല താഴ്ത്തി പിടിച്ച് കടിപ്പിക്കുന്നു. അമ്മ വേദന സഹിക്കാൻ വയ്യാതെ അലറുകയാണ്. എന്നാൽ ഇതുകൊണ്ടൊന്നും അവൻ്റെ മൈൻഡ് തണുത്തില്ല. നേരെ അകത്തു പോയി അവൻ്റെ ഇരുമ്പ് കമ്പി എടുത്തു വന്ന് അമ്മയുടെ തലയ്ക്ക് ഒരൊറ്റ അടി, 1 അല്ല 2 അല്ല 10 തവണ ചറപറാന്ന് അടിച്ച് കൊടൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു.
കൊന്ന പാവം തിന്നാൽ തീരും എന്നല്ലേ. അതിനാൽ അമ്മയുടെ ബോഡി വലിച്ചു കൊണ്ടുപോയി ചെയറിൽ ഇരുത്തി മുൻപിൽ ഇരുന്ന് ചതഞ്ഞു തീർന്ന അമ്മയുടെ മുഖത്തേക്ക് നോക്കി സൈക്കോ ദോശ കഴിക്കുകയാണ്. അന്നേരം മേലെ റൂമിലെ DJ ബോയ് മ്യൂസിക് ഓൺ ചെയ്ത് ഡാൻസ് കളിക്കുന്ന ശബ്ദം. ഇത്തവണ അമ്മയ്ക്ക് പകരം മാർട്ടിനാണ് മോപ്പെടുത്ത് മേലെ തട്ടി DJ ബോയെ മ്യൂസിക് നിർത്താൻ പറയുന്നത്. കലിപ്പിലായ DJ ബോയ് വന്ന് നോക്കുമ്പോൾ കാണുന്നത് മാർട്ടിൻ്റെ അമ്മയുടെ തല ചതഞ്ഞ ബോഡി. ആകെ ഭയന്ന് നിലവിളിക്കുമ്പോൾ മാറി നിന്നിട്ടുണ്ടായിരുന്ന സൈക്കോ അവൻ്റെ കാലിലേക്ക് ഒരൊറ്റ പൊട്ടിക്കൽ. നിലത്ത് വീണ അവൻ്റെ തലയ്ക്ക് കമ്പി കൊണ്ട് ഒരടി. ഓൻ്റെ ബോധം പോയി. അവനെ കെട്ടിക്കിടത്തിയ ശേഷം ഒരു സ്യൂട്ട് കേസ് എടുത്ത് വീട്ടിലുള്ള എല്ലാ ടൂൾസും എടുത്തു വെക്കുന്നു. കൂടാതെ ടാപ്പ്, പൈപ്പ്, ഫണൽ എന്നിവയൊക്കെ എടുത്ത് പാക്ക് ചെയ്യുന്നു. അതിനുശേഷം പാർക്കിങ്ങിലേക്ക് പോയി വീണ്ടും ഹ്യൂമൻ സെൻറ്റിപ്പേഡ് മൂവി പ്ലേ ചെയ്ത് നോക്കുന്നു. അന്നേരം പാർക്കിങ്ങിൽ ഒരു കാർ കുലുങ്ങുന്നത് കാണുകയും എന്താ ആ കുലുക്കം എന്ന് ഒരു കണ്ണാടി എടുത്തു നോക്കുമ്പോഴാണ് മാർട്ടിനെ ചികിത്സിക്കുന്ന ആ ഡോക്ടർ ഒരു പെണ്ണിൻ്റെ കൂടെ കാറിൽ ഡിങ്കോൾഫ് ചെയ്യുന്നത് കാണുന്നത്. മാർട്ടിൻ നേരെ കാറിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ ഡ്രൈവർ പെട്ടെന്ന് മാർട്ടിനെ രക്തക്കറയോടെ കണ്ടതിനാൽ ഞെട്ടി അവനെ തെറി പറയാൻ തുടങ്ങി. എന്നാൽ അത് അവൻ്റെ അവസാനത്തെ തെറിയായിരുന്നു. തോക്കെടുത്ത് ഡ്രൈവറിന് ഒരൊറ്റ പൊട്ടിക്കൽ. ആ വെടിയൊച്ച കേട്ട് മറ്റൊരു വെടി ഓടിപ്പോകുമ്പോൾ അവളുടെ കാലിലേക്ക് ഒരൊറ്റ പൊട്ടിക്കൽ. ശേഷം ഡോക്ടർ ഇറങ്ങി വന്ന് ഞാൻ നിന്റെ ഡോക്ടറാണ്, നീ ചെയ്യുന്നത് തെറ്റാണ്, അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുമ്പോൾ സൈക്കോ നേരെ ഡോക്ടറിൻ്റെ കിടുങ്ങാമണിക്ക് ഒരൊറ്റ പൊട്ടിക്കൽ. എന്നിട്ട് നെറ്റിയിലേക്ക് വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ഏത് മോഡ്? സൈക്കോ മോഡ്. കൊലവറി സൈക്കോ മോഡിൽ അലറിക്കൊണ്ട് പോകുമ്പോൾ നേരത്തെ വെടിയേറ്റ ആ വേശ്യ സ്ത്രീ നടക്കാൻ പറ്റാതെ ഇരിക്കുന്നത് കാണാം. എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ എന്തു വേണേലും ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അവളെ അടിച്ച് ബോധം കെടുത്തി വാനിലേക്ക് കയറ്റുകയും ചെയ്തു. അതിനുശേഷം റൂമിലേക്ക് പോയി ഹ്യൂമൻ സെൻറ്റിപ്പേഡ് മൂവിയുടെ DVD-യും മറ്റ് സാധനങ്ങളും എടുത്ത് മാറ്റിവെക്കുമ്പോൾ മാർട്ടിന് ഒരു കോൾ വരുന്നു. മാർട്ടിന് ഇഷ്ടപ്പെട്ട നായികയായ ആഷ്ലിൻ മീറ്റിങ്ങിന് സമ്മതിച്ചെന്നും ആഷ്ലിനെ എയർപോർട്ടിൽ നിന്നും പിക്ക് ചെയ്യണമെന്നും ഫോണിൽ പറയുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, വാൻ എടുത്ത് ആഷ്ലിനെ പിക്ക് ചെയ്യാൻ പോകുന്നു. പിക്ക് ചെയ്ത് തിരിച്ച് ഗോഡൌണിലേക്ക് പോകുമ്പോൾ ഹ്യൂമൻ സെൻറ്റിപ്പേഡ് എന്ന മൂവിയിൽ അഭിനയിച്ചതിൻ്റെ എക്സ്പീരിയൻസ് അവൾ തള്ളി പറയുന്നുണ്ട്. ആ വാനിൽ മാർട്ടിൻ്റെ വീടിൻ്റെ മുകളിൽ താമസിച്ച DJ ബോയിയും ഡോക്ടറിൻ്റെ ഡ്രൈവറും ആ വേശ്യാസ്ത്രീയുമുണ്ട്. അവരെ കെട്ടിയിട്ടിരിക്കുകയാണ്. വാൻ നേരെ ആ ഗോഡൌണിലേക്ക് പോകുന്നു. ആഷ്ലിനെ ഗോഡൌണിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അകത്ത് എത്തിയതും അവളുടെ തലക്കടിച്ച് ബോധം കെടുത്തുകയും ചെയ്തു. മാർട്ടിൻ വീട്ടിൽ നിന്നെടുത്ത എല്ലാ ടൂൾസും അവിടെ നിരത്തി വെക്കുന്നു. ഈ ടൂൾസൊക്കെ വെച്ചാണ് ഓപ്പറേഷൻ ചെയ്ത് ഹ്യൂമൻ സെൻറ്റിപ്പേഡിനെ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ മെക്കാനിക് ടൂൾസാണ് ഇവൻ്റെ സർജിക്കൽ ടൂൾ. അങ്ങനെ ഇരുമ്പ് കമ്പി കൊണ്ട് അവിടെ കെട്ടിക്കിടത്തിയിരിക്കുന്ന ഓരോരുത്തരുടെയും തലക്ക് അടിച്ച് ബോധം കെടുത്താൻ തുടങ്ങി. ബോധം കെടുത്താൻ മരുന്നിൻ്റെ ആവശ്യം ഇല്ല. എല്ലാവരെയും ബോധം കെടുത്തിയ ശേഷം ഓരോരുത്തരുടെയും വായിൽ ഒട്ടിച്ചിരുന്ന ടാപ്പ് അഴിച്ചു മാറ്റി ചുറ്റികയെടുത്ത് അവരുടെ പല്ല് അടിച്ച് വളരെ കൊടൂരമായി പറിച്ചെടുക്കുന്നു. ആ കൂട്ടത്തിൽ ഗർഭിണിയായ പെണ്ണ് ചലനമില്ലാതെ കിടക്കുന്നത് കണ്ട് മാർട്ടിൻ ആ ലേഡിയെ മരിച്ചു എന്ന് മനസ്സിലാക്കി ഒരു മൂലക്ക് മാറ്റി കിടത്തുന്നു. അടുത്തതായി സിനിമയിൽ ഡോക്ടർ ജോസഫ് ചെയ്തതുപോലെ കാൽമുട്ടിലെ എല്ലുകൾ ബന്ധിക്കുന്ന ആ ഭാഗം അവൻ റിമൂവ് ചെയ്യുന്നു. ശേഷം അവരുടെ ബാക്ക് സൈഡും വായും കീറി നൂലുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് പകരം സ്റ്റാപ്ലെയർ ഉപയോഗിച്ച് അടിച്ച് സ്റ്റിച്ച് ചെയ്യുന്നു. കാരണം മാർട്ടിൻ ജോസഫിൻ്റെ പോലെ ഒരു സർജൻ അല്ല. അങ്ങനെ ഒടുവിൽ എല്ലാവരെയും തുന്നിച്ചേർത്ത് അവൻ ആഗ്രഹിച്ചതുപോലെ ഒരു ഹ്യൂമൻ സെൻറ്റിപ്പേഡിനെ ഉണ്ടാക്കുന്നു. എന്നിട്ട് അത് കണ്ട് അവൻ ഒരുപാട് സന്തോഷിക്കുന്നു. ഏറ്റവും ആദ്യത്തെ ആളായി അവൻ നിർത്തിയിരിക്കുന്നത് ആഷ്ലിനെയാണ്. അവൾക്ക് ഫുഡ് കൊടുത്തിട്ട് തിന്നാൻ അവൻ ആവശ്യപ്പെടുന്നു. എന്നാൽ അവൾ അത് അനുസരിക്കുന്നില്ല. ഭക്ഷണം കഴിക്കാതെ നിന്നാൽ എന്ത് ചെയ്യണം എന്ന് അവൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നു. അതിനുവേണ്ടി കൊണ്ടുവന്ന പൈപ്പ് എടുത്ത് അവളുടെ വായിൽ തിരുകി കുത്തിക്കയറ്റി ഫണലിലൂടെ ഫുഡ് ഇട്ട് കൊടുക്കുന്നു. അപ്പോഴേക്കും മാർട്ടിന് ഒരു കോൾ വരുന്നു. കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ ആഷ്ലിൻ നിലവിളിച്ചതുകൊണ്ട് കലിപ്പിലായ സൈക്കോ അവളുടെ നാക്കിനെ കൊടൂരമായി പിഴുതെടുക്കുന്നു. ഇപ്പോൾ ഒരാൾക്ക് മാത്രം അല്ലേ ഭക്ഷണം കൊടുത്തത്, ബാക്കിയുള്ളവർക്ക് ഭക്ഷണം എത്താൻ ആഷ്ലിൻ്റെ വയറ്റിലേക്ക് തടവി വയറ് ഇളക്കാൻ നോക്കുകയാണ്. നേരത്തെ കൊടുത്തത് മോശം ഫുഡ് ആയിരുന്നു. ആഷ്ലിൻ്റെ വയറിളകി അതങ്ങനെ ഓരോരുത്തരുടെയും ശരീരത്തിലേക്ക് മാറി പോവുകയാണ്. സൈക്കോ ആണെങ്കിൽ മോഷൻ പോവാൻ വയറ് തടവി പ്രോത്സാഹിപ്പിക്കുകയാണ്. അവിടെയും കൊണ്ട് നിർത്താതെ ഓട്ടോമാറ്റിക് ആയി വയറിളക്കം വന്ന് കാര്യങ്ങൾ സാധിക്കാൻ വയറിളക്കത്തിനുള്ള ഇഞ്ചക്ഷൻ കുത്തിവെക്കുകയാണ്. പിന്നെ നടന്നത് മോട്ടോർ ഓൺ ചെയ്ത പോലെയാണ് എല്ലാവരിലേക്കും ഫുഡ് എത്തിയത്.
അങ്ങനെ അതിനുശേഷം കഴപ്പുമൂത്ത സൈക്കോ മറ്റൊരു ക്രൂരത ചെയ്യാൻ തുടങ്ങി. പുറകിലുള്ള പെണ്ണുമായി ഡിങ്കോൾഫ് ചെയ്യാൻ ഒരു മോഹം, അതും മറ്റൊരു രീതിയിൽ. അവിടെ കിട്ടിയ ഒരു മുള്ളുകമ്പി എടുത്ത് അവൻ്റെ കിടുങ്ങാമണിയിൽ ചുറ്റിക്കെട്ടി പുറകിലുള്ള പെണ്ണിനെ അതിക്രൂരമായി പീഡിപ്പിക്കുകയാണ്. മുള്ളുകമ്പി ആ ഭാഗത്തേക്ക് കുത്തിക്കയറുന്ന വേദനയിൽ, മരണവേദനയിൽ അവൾ അലറിക്കരയുകയാണ്. അവസാനം സൈക്കോ സുഖിച്ചു കിടക്കുന്ന ആ ഒരു സമയത്ത് മരിച്ചു എന്ന് കരുതിയ ആ ഗർഭിണിയായ പെണ്ണിന് ബോധം വരികയും ആകെ ഭയന്ന് അവിടെ നിന്ന് ഓടി പുറത്തേക്ക് പോയി കാറിൽ കയറി ഇരുന്നപ്പോൾ പെട്ടെന്ന് അവിടേക്ക് സൈക്കോ എത്തുകയും ചെയ്തു. അവൾക്കാണെങ്കിൽ പ്രസവ വേദനയും വന്ന് ഒടുവിൽ അവിടെ പ്രസവിക്കുകയും ചെയ്തു. സൈക്കോ അവളെ പിടികൂടാൻ ശ്രമിക്കുന്നുണ്ട്. രക്ഷപ്പെടാൻ കാർ സ്റ്റാർട്ട് ചെയ്ത് ആക്സിലേറ്ററിൽ ചവിട്ടിയതും അവളുടെ കുഞ്ഞ് അവിടെ ഞെരുങ്ങി മരിച്ചു പോവുകയും വാഹനം മുന്നോട്ട് പോയി അവൾ സൈക്കോന്റെ മുന്നിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. ഇതേ നേരം അകത്ത് സെന്റിപ്പേഡിന്റെ നടുഭാഗത്തുള്ള ഒരുത്തൻ മുഖം വലിച്ച് സ്റ്റാപ്ലെയർ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത ഭാഗം വേദനയോടെ കീറി വലിച്ചൂരി. അങ്ങനെ ഹ്യൂമൻ സെന്റിപ്പേഡ് പിരിഞ്ഞ് 2 സെക്ഷനായി മാറുന്നു. അത് കണ്ട് ആകെ ദേഷ്യം വന്ന സൈക്കോ മാർട്ടിൻ അവരെ എല്ലാവരെയും ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഇടക്ക് വെച്ച് ബുള്ളറ്റ് തീർന്നതുകൊണ്ട് ഒരു കത്തിയെടുത്ത് ബാക്കിയുള്ള ഓരോരുത്തരെയും കഴുത്ത് മുറിച്ച് കൊലപ്പെടുത്തുകയാണ്. അങ്ങനെ ഇപ്പോൾ അവസാനമുള്ളത് ആഷ്ലിൻ മാത്രം. ബാക്കി എല്ലാവരും തീർന്നു. അവളെ എങ്ങനെ കൊല്ലാം എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആഷ്ലിൻ അവൻ്റെ കിടുങ്ങാമണിക്ക് ഒരൊറ്റ അടി. ലഡ്ഡു പൊട്ടിയ സൈക്കോ നിലത്ത് വീണ് പിടയുമ്പോൾ അവൾക്ക് അവിടെ സെന്റിപ്പേഡ് പരന്നു പോകുന്നത് കാണുന്നു. അതേപോലെ അവിടെ ആ ഫണലും. പെട്ടെന്ന് ഫണൽ എടുത്ത് മാർട്ടിൻ്റെ ഷഡ്യൂരി ആസനത്തിലേക്ക് കുത്തിവെച്ച് അതിലൂടെ സെന്റിപ്പേഡിനെ അകത്തേക്ക് ഇടുകയും അകത്ത് ചെന്ന സെന്റിപ്പേഡ് നല്ല ഇറച്ചി കിട്ടിയ പോലെ കടിച്ചു കാണും. സൈക്കോ വേദനിച്ച് അലറുകയാണ്. ദേഷ്യം കൊണ്ട് കൊലവെറിയിൽ എഴുന്നേറ്റ സൈക്കോ മാർട്ടിൻ കത്തിയെടുത്ത് ആഷലിൻ്റെ കഴുത്തിലേക്ക് ഒരൊറ്റ കുത്ത്. ബാക്കിയുള്ളവരെ പോലെ ആഷലിനും മരിച്ച് കാലാപുരിക്ക് പോവുകയും ചെയ്തു. മാർട്ടിനാണെങ്കിൽ തൻ്റെ ആഗ്രഹം അവസാന നിമിഷത്തിൽ തകർന്നത് ഓർത്ത് അലറി അലറി വേദനിച്ച് കരയുകയാണ്. അടുത്ത സീനിൽ പാർക്കിംഗ് ഓഫീസിൽ മാർട്ടിനെ കാണാം. അവൻ പിന്നെയും ഹ്യൂമൻ സെന്റിപ്പേഡ് മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാർട്ടിൻ തൻ്റെ ആഗ്രഹം പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ചിട്ടില്ല. വീണ്ടും ഹ്യൂമൻ സെന്റിപ്പേഡിനെ ഉണ്ടാക്കണം എന്നൊരു ലക്ഷ്യബോധത്തോടെയാണ് ഇരിക്കുന്നത് എന്ന് കാണിച്ച് ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.